വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് വിവാഹ ബന്ധത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? അടുത്തിടപഴകുന്നത് വഴി കുറച്ചൊക്കെ അറിയാൻ സാധിക്കും അല്ലേ? എന്നാൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് പറയുന്നത് കാണുമ്പോൾ തന്നെ ഒരാൾക്ക് വിവാഹ ബന്ധത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് പറയാൻ സാധിക്കുമെന്നാണ്. വരൂ നോക്കാം. ആർച്ചീവ്സ് ഓഫ് സെക്ഷൽ ബിഹേവിയർ അടുത്തിടെ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് അനുസരിച്ച് താടിയും മീശയുമുള്ള പുരുഷന്മാർ നല്ല ഭർത്താക്കന്മാരായിരിക്കുമെന്നാണ് പറയുന്നത്. പോളണ്ടിലെ സിലേഷ്യ യൂണിവേഴ്സിറ്റിയും ഇറ്റലിയിലെ പടോവ യൂണിവേഴ്സിറ്റിയും സംയുക്തമായാണ് ഇത് സംബന്ധിച്ച് പഠനം നടത്തിയത്. മോട്ടിവേഷൻസ് ടു എൻഹാൻസ് ഫേഷ്യൽ ഹെയർ എന്ന പേരിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത്. ഇതിന്റെ ഭാഗമായി 18നും 44നും മധ്യയുള്ള 414 പുരുഷന്മാരിലാണ് സർവേ നടത്തിയത്. താടിയുള്ളവരും അല്ലാത്തവരും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇവരുടെ സാമൂഹികമായ ചിന്തകളും പ്രചോദനങ്ങളുമാണ് ഗവേഷകർ ചോദിച്ചറിഞ്ഞത്. താടിയുള്ളവർക്ക് പുതിയ സ്നേഹബന്ധങ്ങൾ തുടരാൻ താല്പര്യം കുറവാണെന്നും നിലവിലുള്ളത് നിലനിർത്താനും ദീർഘകാല പങ്കാളിയിലുമാണ് താല്പര്യമെന്നും പഠനം സൂചിപ്പിക്കുന്നു. പങ്കാളിക്കൊപ്പം മാത്രമല്ല, മാതാപിതാക്കളുമായും മക്കളുമായും സഹോദരങ്ങളുമായി സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. ചുരുക്കി പറഞ്ഞാൽ താടി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് സമയവും പരിശ്രമവും ആവശ്യമുള്ള ജോലിയാണ്. അതുപോലെ തന്നെ ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കാൻ താടിയുള്ളവർ സമയവും പരിശ്രമവും ഊർജവും ചെലവഴിക്കുന്നുവെന്നാണ് പഠനം പറയുന്നത്. ഇനി 2016 എവല്യൂഷണറി ബയോളജിയിൽ പ്രസിദ്ധീകരിച്ച മറ്റൊരു പഠനം പറയുന്നത് താടിയുള്ള പുരുഷന്മാരിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആകർഷകരാകുന്നത് എന്നാണ്. 8500-ലധികം സ്ത്രീകളാണ് ഈ സർവേയിൽ പങ്കെടുത്തത്. അതിൽ ഭൂരിഭാഗം സ്ത്രീകളും പറഞ്ഞത് അവർക്ക് താടിയുള്ള പുരുഷന്മാരുമായി ദീർഘകാല ജീവിതം നയിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ്. ദ മസ്കുലിനിറ്റി പാരഡോക്സ് എന്ന പേരിലാണ് ഈ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്.